ശ്രീ സുനിൽകുമാർ, ദയവായി താങ്കൾ ക്ഷമിക്കണം. ഇത്രയധികം നേരം താങ്കളിലേക്ക് വരാൻ കഴിയാതിരുന്നത് സാങ്കേതിക തടസ്സം കൊണ്ട് മാത്രമാണ്. ശ്രീ സുനിൽകുമാർ, കാലാവധി കഴിഞ്ഞ നൂറുകണക്കിന് മരുന്നുകൾ KMSEL കെട്ടിക്കിടക്കുന്നു. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ നിന്ന് തിരികെ കൊണ്ടുവരുമ്പോൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പോകുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കാത്തു സൂക്ഷിക്കേണ്ട മരുന്നുകൾ അത്തരത്തിൽ സൂക്ഷിക്കപ്പെടാതെ പോകുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു. അതിനെല്ലാം പുറമെ സാധാരണക്കാരായ രോഗികൾക്ക് സംസ്ഥാനത്ത് കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. KMSELന്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് എന്നതിന് ഇതെല്ലാം തന്നെ മികച്ച ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്രയധികം വീഴ്ച സംഭവിക്കുന്നത്? ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥ കൊണ്ടാണ്. കാരണം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 2009 ആരംഭിച്ചതിന് ശേഷം അന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും കുറ്റമറ്റ രീതിയിലുള്ള ഗോഡൗൺ സംവിധാനങ്ങൾ, അതിൻ്റെ ശീതീകരണ സംവിധാനത്തോടുകൂടിയുള്ള ഗോഡൗൺ സംവിധാനം ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കപ്പെട്ടിരുന്നു. അതിനു പുറമെ ഇതിൻ്റെ മരുന്നിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും അനലിറ്റിക്കൽ ലാബുകൾ ആരംഭിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അതിനു പുറമെ ഈ മരുന്നിൻ്റെ ഇൻറ്റൻറ്റ് നേരത്തെ മാർത്താണ്ഡപ്പിള്ള സാറ് പറഞ്ഞതുപോലെ ഓരോ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്നും ഏതൊക്കെ മരുന്നുകൾ ആവശ്യമുണ്ട് എന്ന കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത് കൺസൾട്ടേറ്റ് ചെയ്ത് കൊടുക്കാനും അത് ഫീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. ഏതൊക്കെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ മരുന്നുകൾ ആവശ്യമുണ്ട്, ഏതൊക്കെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെ വെയർഹൗസിങ്ങളിൽ ഇതിൻ്റെ സ്റ്റോക്കുകളുണ്ട്, ഏതൊക്കെ മരുന്ന് എവിടെ ലഭ്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആർക്കും എവിടെ ഇരുന്ന് അറിയാൻ കഴിയാവുന്ന വിധത്തിലുള്ള സുതാര്യമായ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നും അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. കമ്പനികളെ ടെൻഡർ ക്ഷണിക്കുമ്പോൾ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ഏതെങ്കിലും കമ്പനി ഗുണനിലവാരത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയെ ഒരിക്കലും ഇതിനകത്ത് വരാൻ പറ്റാത്ത വിധത്തിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധാനം ഉണ്ടായിരുന്നു. ഇതെല്ലാം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ രൂപത്തിൽ നമ്മുടെ ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടത്തണമെന്ന രീതിയിൽ കുറേ കാലം അതുമുള്ള തീരുമാനം മുന്നോട്ട് പോയെങ്കിലും ഇത് രാഷ്ട്രീയം പറയുകയാണെന്ന് ആരും വിചാരിക്കേണ്ട. ഈ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു CHCയിലാണെങ്കിലും അവിടെ രോഗിയായിട്ട് വരുന്നൊരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് മരുന്ന് സൗജന്യമായി കൊടുക്കാൻ വേണ്ടി കഴിയും. സൗജന്യമായിട്ടുള്ള അവർക്ക് പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിന് പണം ഈ ഇൻഷുറൻസ് ഡിലീറ്റ് ചെയ്യാൻ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പോൾ ആശുപത്രിയിൽ സൗജന്യ മരുന്നില്ലെങ്കിൽ പോലും പുറത്ത് മരുന്ന് എഴുതിയാലും രോഗിയെ സംബന്ധിച്ച് ബാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതുകൊണ്ട് പരാതി ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അവർക്ക് താല്പര്യമുള്ള പല മരുന്നുകളും യാതൊരു ആവശ്യമില്ലാത്ത മരുന്നുകൾ വളരെ അധികം ക്വാണ്ടിറ്റി അത് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ്. പല കമ്പനികളുടെയും മോശപ്പെട്ട മരുന്ന് ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ കൊണ്ടുവരുന്നു. ഇതിൻ്റെ കാലാവധി കഴിയാറാകുന്ന മുമ്പുള്ള മരുന്നുകൾ പോലും കമ്പനിയിൽ നിന്ന് പർച്ചേസ് സ്ഥിതിവിശേഷം ഉണ്ടായതായിട്ട് വാർത്തകൾ വരെയുണ്ടായി. ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സ്യൂച്ചേഴ്സ് പോലെയുള്ള സാധനങ്ങൾ ഇതൊന്നും തന്നെ വാങ്ങുന്നതിനോ ഏതൊക്കെ ഇത് ആവശ്യമുണ്ടെന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നതിനോ ഒരു നടപടി ഇവിടെ ഇല്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു കുത്തഴിഞ്ഞ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിന്റെ MDയും ഇതിന്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മേഖലയിലും ഇതിനെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളും അവർ വാസ്തവത്തിൽ ഒരു മാഫിയ സംഘം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കാരുണ്യ ഫാർമസിക്ക് വേണ്ടിയുള്ള മരുന്ന് വാങ്ങുന്ന എങ്ങനെയാണ്? ടെൻഡർ നടപടികളിലൂടെയാണോ? അല്ല, കമ്പനികളുമായിട്ട് കൺസിലേഷൻ നടത്തുകയാണ്. അവരുമായി ഒരു ചർച്ച നടത്തി ആ മരുന്നിന്റെ വില നിശ്ചയിക്കുകയാണ്. ആരാ നിശ്ചയിക്കുന്നത്? ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതും കാരുണ്യ ഫാർമസികൾ വഴി മരുന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് അദ്ദേഹം ആരോഗ്യ സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ കാരുണ്യ ഫാർമസിയിൽ തന്നെ 423ഓളം ഇനം മരുന്നുകൾ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആരോഗ്യമന്ത്രി നൽകിയ വിശദീകരണവും സത്യത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ഈ ആരോഗ്യമന്ത്രി വല്ല അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അപഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല. അദ്ദേഹത്തിനോട് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന കാര്യം പറയാന്നല്ല. അത് ഏത് കാര്യം കേട്ടാലും അദ്ദേഹം പറയും, പരിശോധിക്കും, ഉടനെ നടപടി സ്വീകരിക്കും, നാളെ തന്നെ അവിടെ പല കാര്യങ്ങളും വിപ്ലവം സൃഷ്ടിക്കുക എന്നൊക്കെ അദ്ദേഹം പറയും. ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞ കാര്യം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ കാരുണ്യയുടെ ഫാർമസി 35 ആരംഭിക്കുമെന്ന് തീരുമാനിച്ചിട്ട് ഈ ബഹുമാനായിട്ടുള്ള മന്ത്രിക്ക് എത്ര ആരംഭിക്കാൻ കഴിഞ്ഞു? 35 ആരംഭിച്ചോ? നിങ്ങൾ തന്നെ പറഞ്ഞില്ല 15 കഴിച്ച് ബാക്കി അവിടെ പോയി. ആരും ഉത്തരവാദിത്വം മന്ത്രിക്കല്ലേ? ആരെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? കാരുണ്യ വാങ്ങുന്ന മരുന്നിനെ സംബന്ധിച്ച് ഒരു പരിശോധിക്കുന്നുണ്ടോ? ഇവിടെ ആവശ്യമുള്ള മരുന്നുകളാണോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കാര്യം എന്താണ്? മരുന്ന് വ്യാപാര രംഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ
ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3-4% മാത്രം വരുന്ന കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിന്റെ 28% കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. 10,000 കോടിയുടെ മരുന്ന് വ്യാപാരം നടക്കുന്ന സ്ഥലമാണ്. ഞാനൊരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ്, സംസ്ഥാന ഗവൺമെന്റ് ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മദ്യവ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ 10,000 കോടിയുടെ മദ്യ വിൽപ്പന നടത്തുന്നത് സർക്കാരിന്റെ ഔട്ട്ലെറ്റുകൾ വഴിയാണ്. ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഒരു നോഡൽ ഏജൻസിയാക്കി എടുത്തുകൊണ്ട് കേരളത്തിലെ ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും അവർ മുഖാന്തരം വാങ്ങിക്കൊണ്ട് സർക്കാർ ഇതിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ്, ഞാൻ റീറ്റെയിൽ ഡീലർഷിപ്പ് എന്ന് പറയുന്നില്ല, 2.5 ലക്ഷത്തോളം വരുന്ന റീറ്റെയിൽ വ്യാപാര മേഖലയിലെ ആളുകൾക്ക് മരുന്ന് സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ ഇതിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുക്കാൻ കഴിയുമോ? കമ്പനിയുമായി നേരിട്ട് മരുന്ന് വാങ്ങാൻ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ ബ്രാൻഡി കച്ചവടവും വിസ്കി കച്ചവടവും ഗവൺമെന്റ് നടത്താമെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മരുന്ന് കച്ചവടം നടത്താത്തത്? എന്തുകൊണ്ടാണ്? റീറ്റെയിൽ വ്യാപാരികളുടെ തൊഴിൽ കളയേണ്ട കാര്യമില്ല. അവിടെ മെഡിക്കൽ കോളേജ് ഷോപ്പുകൾക്കൊക്കെ സർക്കാർ മരുന്ന് കൊടുക്കട്ടെ, അവർ കമ്മീഷൻ കൊടുക്കട്ടെ. ഇവിടെ നിങ്ങൾക്കറിയാം, ഒരു ഇഞ്ചക്ഷന്റെ വില 10 രൂപ വിലയുള്ള ഇഞ്ചക്ഷന് 40 രൂപ 50 രൂപ റീറ്റെയിൽ പ്രൈസ് ഈടാക്കുന്ന കമ്പനികളിൽ നിന്നും ഗവൺമെന്റ് വിചാരിച്ച 8 രൂപയ്ക്ക് മരുന്ന് കിട്ടില്ലേ? അതിന്റെ ഒരു മെഡിക്കൽ ഷോപ്പുകൾ. ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള, ഇവിടെ സാധാരണക്കാരായ രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. സാധാരണക്കാരായ രോഗികൾക്ക്, ദരിദ്രരായ രോഗികൾക്ക് ഗുണനിലവാരമുള്ള മരുന്ന് കുറഞ്ഞ ചെലവിൽ എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ കാരുണ്യ ഫാർമസികളിൽ പല മരുന്നുകളുമില്ല. വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡോക്ടർമാരുടെ അവകാശം സംരക്ഷിക്കാൻ മാത്രമല്ല, സാധാരണക്കാരായ രോഗികളുടെ അവകാശം സംരക്ഷിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും IMA പോലെയുള്ള സംഘടനകൾക്കില്ലേ? എന്തുകൊണ്ടാണ് IMA പോലെയുള്ള സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് മേലൊരു സമ്മർദ്ദ ശക്തിയായി മാറാത്തത്? IMA തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട്, ഗവൺമെൻറ്റിന് തന്നെ റെപ്രസെൻറ്റേഷൻസ് നൽകാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ ഇടപെടാറുണ്ട്. IMAയുടെ തന്നെ ഒരു സജഷനാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മരുന്ന് നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം, ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പോലും ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യമാണ്. മരുന്ന് ഉൽപ്പാദനത്തിന് ഏകദേശം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നല്ലൊരു ശതമാനം മരുന്ന് കേരളത്തിലാണ് വിറ്റഴിയുന്നത്. അപ്പോൾ പക്ഷേ കേരളത്തിൽ ഇതുവരെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഇതുവരെ തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇത്രയും മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനത്ത് മരുന്ന് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി ഒന്നല്ല പലതും ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും അതിന് നടപടിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, ഈ മരുന്നുകളിൽ തന്നെ നല്ലൊരു ശതമാനം നമ്മുടെ ഈ IV ഫ്ലൂയിഡ്സ് ആണ്, ഗ്ലൂക്കോസും നോർമൽ സെൽ ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 200 ബെഡിൽ കൂടുതൽ ബെഡുള്ള ഏത് ആശുപത്രിയിലും നമുക്ക് ഈ IV ഫ്ലൂയിഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ IV ഫ്ലൂയിഡ്സ് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ചിലവ് ഏകദേശം 40% വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം എല്ലാ രോഗിക്കും, ഒരു 80% രോഗിക്കും IV ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് 200 കിടക്കയിൽ കൂടുതൽ ഉള്ള ഏത് ആശുപത്രിയിലും, സർക്കാർ ആശുപത്രിയിലും നമുക്ക് IV ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള നടപടികൾ ഇതിന്റെ കൂടെ ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ചർച്ച. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ മാർത്താണ്ഡൻ പിള്ള സാറിനോട് എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ IMAക്കാരോട് ചോദിക്കുന്നൊരു കാര്യം, അദ്ദേഹം വെച്ച നിർദ്ദേശങ്ങളെല്ലാം വളരെ സ്വാഗതാർഹമായ നിർദ്ദേശങ്ങളാണ്. നമ്മുടെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളുടെ വർധന ഉണ്ടാവണം. പക്ഷെ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ ഗവൺമെന്റിന് കീഴിലുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും മരുന്ന് വാങ്ങാത്ത ഏജൻസിയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. അതോടൊപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഇന്ത്യൻ മെഡിക്കൽ IMA എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് കേരളത്തിലെ ഡോക്ടർമാരെല്ലാം നിങ്ങൾ ഫാർമക്കോളജി പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ജനറിക് നെയിമിലാണ് മരുന്ന് പഠിപ്പിക്കുന്നത്. ഡോക്ടർമാരെ ബ്രാൻഡ് നെയിം പഠിപ്പിക്കുന്ന കമ്പനികളാണ്. ഞാൻ IMAയോട് ചോദിക്കുന്നൊരു കാര്യം, ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച്, കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് തന്നെ നിങ്ങൾ ഒരിക്കലും ബ്രാൻഡ് നെയിമിൽ മരുന്ന് എഴുതാൻ പാടില്ല എന്ന കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് കേരളത്തിലെ ഡോക്ടർമാരെല്ലാം ജനറിക് നെയിമിൽ മാത്രമേ മരുന്ന് എഴുതുകയുള്ളൂ എന്ന് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രഖ്യാപിക്കാൻ കഴിയുമോ? നിങ്ങൾ അതിന് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ?
ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. അവിടെ ഈ കേരളത്തിലെ എല്ലാ ഡോക്ടർമാരും ജനറിക് നെയിമിൽ മാത്രമേ മരുന്ന് എഴുതുകയുള്ളൂ നിശ്ചയിക്കണം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇതിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുക്കണം. ഡോക്ടർ മാർത്താണ്ഡപിള്ളയ്ക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും അത് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ജനറിക് നെയിമിലാണ് ഇപ്പോൾ മരുന്ന് ലഭ്യമായിരിക്കുന്നത്. അത് 100% IMA സ്വാഗതം ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് എല്ലാം എഴുതണം എന്നുള്ളത് നിർബന്ധമാക്കാൻ സാധിക്കും. ഗുണനിലവാരം ഉറപ്പാക്കാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും പോലും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ആംബിസിലിൻ നല്ലതാണ് അയക്കേണ്ടി വരുന്നത്. അപ്പൊ അത് വളരെ ആവശ്യമാണ്. നമ്മളൊരു ബൾബ് വാങ്ങിക്കുമ്പോൾ തന്നെ ISI മാർക്കില്ലാതെ ഒരു ബൾബ് മാർക്കറ്റ് വരുന്നില്ല. പക്ഷെ മരുന്നിന്റെ കാര്യത്തില് ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. വളരെ കയ്യിലെണ്ണാവുന്ന ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസേ നമ്മുടെ നാട്ടിലുള്ളൂ. ഡോക്ടറെ ചോദ്യം ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് സുനിൽകുമാർ ചോദിച്ചത്. അങ്ങനെയാണെന്ന് കരുതുന്നു. അല്ല, ഞാൻ ബ്രാൻഡ് നെയിമിലുള്ള മരുന്നിന്റെ ഗുണനിലവാരം ആരാണ് പരിശോധിക്കുന്നത്? ഡോക്ടർ മാർത്താണ്ഡപിള്ള. ബ്രാൻഡ് നെയിമിന്റെ അത് ഈ എടുത്തു പറയാവുന്ന ചില കമ്പനികളുടെ മരുന്നുകൾ, ബ്രാൻഡ് നെയിമിലുള്ള മരുന്നുകൾ ഈ ഗുണനിലവാരം ഉറപ്പാക്കുന്നു എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും തീർച്ചയായിട്ടും മാറ്റിവെക്കാം. ബ്രാൻഡ് നെയിം മാറ്റിവെച്ച് ജനറിക് നെയിമിൽ എഴുതാൻ ഡോക്ടർമാര് തയ്യാറാണ്. പക്ഷേ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ന് ഈ ബ്രാൻഡ് നെയിമിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന അതേ കമ്പനികൾ തന്നെ ജനറിക് നെയിമിലും അവരുടെ കമ്പനി മരുന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊരിക്കലും ഗുണനിലവാരത്തിന്റെ പേരിലാണ് ഈ മരുന്ന് എഴുതാത്തതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ബ്രാൻഡ് നെയിമിലെ മരുന്നാണെങ്കിലും അതേ കമ്പനിയിൽ ഇറക്കുന്ന ജനറിക് നെയിമിലെ മരുന്നാണെങ്കിലും പരിശോധിക്കാനുള്ള സംവിധാനം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ പലപ്പോഴും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഡോക്ടർമാർ. അതിൽ നിന്നും വിമുക്തി നേടാൻ ഡോക്ടർമാർ കൂടി തയ്യാറാകുമോ എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർമാർ മാത്രമാണ് എല്ലാ കാര്യത്തിലും കുറ്റക്കാരെന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് വിഷയത്തിന് മാറി പോകാൻ കഴിയില്ല. സുനിൽകുമാർ, വളരെ വലിയ ചർച്ചയ്ക്ക് ഇടമുള്ള വിഷയമാണ് ഇത്. സ്വാഭാവികമായും അത്തരത്തിൽ കൂടുതൽ വിപുലമായ ചർച്ചകൾ ഇതിനാവശ്യവുമാണ്. വളരെയധികം സുനിൽകുമാർ, ഒപ്പം തന്നെ ഡോക്ടർ മാർത്താണ്ഡപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.